ഈ പുറകിൽ നിൽക്കുന്ന കുഞ്ഞു മനുഷ്യനാണ് കേട്ടോ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽക്കൂട്ടം എന്ന് പറയുന്നത്. എൻ്റെ മൂഡൊന്ന് ചേഞ്ച് ചെയ്താൽ, പെട്ടെന്നൊരു സങ്കടം വന്നാൽ അത് ആദ്യം തിരിച്ചറിയുന്നത് ഇവനായിരിക്കും. പിന്നെ എന്തു പറ്റുമ്മി എന്ന് പറഞ്ഞ് പുറകെ നടക്കലായിരിക്കും ആശാൻ്റെ മെയിൻ പരിപാടി. ഇന്നെന്തായാലും ഞാൻ അവനെ കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വാക്ക് കൊടുത്തതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച ഇവർക്ക് അറബിയുടെ എക്സാമാണ്. അറബി എന്ന് പറഞ്ഞാൽ ഇവന് ബാക്കി എല്ലാ സബ്ജക്റ്റിനെക്കാട്ടിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 4-5 ദുആയൊക്കെ പഠിച്ചുകൊണ്ട് പോകാനുണ്ട്. അപ്പോൾ എന്നാ ദുആ പറഞ്ഞ് കേൾപ്പിക്കുന്നു അന്ന് നിന്നെ കൊണ്ട് ഞാൻ പുറത്ത് പോകാമെന്ന് വാക്ക് കൊടുത്തതായിരുന്നു. ഇന്നെന്തായാലും രാവിലെ അവൻ എന്നെ ഫുള്ള് ദുആയും പറഞ്ഞു കേൾപ്പിച്ചു കേട്ടോ. അതുകൊണ്ടിട്ട് ഇന്ന് അവനെ കൊണ്ട് പുറത്തു പോകാമെന്ന് വെച്ചു. പിന്നെ തിങ്കളാഴ്ച ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഒരു 10-25 പൊട്ട്, പിന്നെ പൊട്ട് വാങ്ങിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ ഇട്ടാപ്പൊട്ടി കണ്ടപ്പോൾ അത് വേണമെന്നായി. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പിന്നെ ക്യാറ്റിൻ്റെ, ഡോഗിൻ്റെ, എലഫൻറ്റിൻ്റെ, ലയൻ്റെ അങ്ങനെ കുറേ സംഭവത്തിൻ്റെ ഒക്കെ പടം കൊടുത്തു വിടണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് കൊടുത്തു വിടണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവന് നേരത്തെ മുതൽ പറയുന്നതാണ് എന്നോട് വാട്ടർ കളർ വാങ്ങിച്ചു തരാൻ. എന്തായാലും ഇന്ന് അത് വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് ഓർത്തു. വലിയ വിലയുടെ ഒന്നുമല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വലിയ വിലയുടെ വാങ്ങിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെ കൂടിപ്പോയാലൊരു 3-4 ദിവസം ഉപയോഗിച്ചാലായി. അതിന് മുമ്പ് അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. എന്തായാലും ആൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഹാപ്പിയായി. പിന്നെ വീട്ടിലേക്ക് അവർക്കുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നിധിക്കുട്ടിയൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. നമുക്കിനി നാളെ കാണാം. ബൈ.